അടിമാലി ലക്ഷം വീട് നിവാസികൾ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക് വാടക കുടിശ്ശിക മുടങ്ങുകയും പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങും എത്താതെ വന്നതോടെയാണ് വീണ്ടും സമരവുമായി രംഗത്തിറങ്ങിയത്. മുടങ്ങിയ വാടകയും പുനരധിവാസം ഉറപ്പുവരുത്തുകയും ചെയ്യുക അല്ലാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. അടിമാലി ലക്ഷം വീട് നിവാസികൾ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക്. മുടങ്ങിയ വാടക ലഭ്യമാക്കുക, വീടും സ്ഥലവും ലഭ്യമാക്കുന്നതിൽ ഉറപ്പുവരുത്തുക, 27 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാം എന്ന് പറഞ്ഞെങ്കിലും 9 പേരിലേക്ക് ഇത് ചുരുങ്ങിയതിന്റെ കാരണം വ്യക്തമാക്കുക തുടങ്ങി 9ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. ഞങ്ങളെ വീട് സ്ഥലവും തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ 9 പേരിലേക്ക് അതിനെ ചുരുങ്ങിപ്പോയേക്കുവാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഞങ്ങൾ ഒരുങ്ങിയേക്കുവാണ്. ഏത് മഴ വന്നാലും എന്തു വന്നാലും ഈ ദുരന്തം ബാധിച്ച ഈ മണ്ണ് ഈ ദേശീയപാത അതോറിറ്റിയുടെ അപാകത മൂലമുണ്ടായ മണ്ണ് വന്ന് സംഭവിച്ചതിന് ഞങ്ങളാണ് ഈ ദുരിതം ബാധിച്ച് ഈ തെരുവിൽ നിൽക്കുന്നത്. ഇന്ന് 2 പേരുടെ ഉടമസ്ഥര് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അവസ്ഥയിലാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ, ഇതിന് ശരിയായ തീരുമാനങ്ങൾ വരാതെ ഞങ്ങൾ ഇതിന് പിന്നോട്ട് പോവില്ല. ഇത് ശക്തമായ സമരമായിട്ട്, രാപ്പകൽ സമരമായിട്ട് ഇത് മുന്നോട്ട് പോകും. അനിശ്ചിതകാല സമരം തുടരും. കടുത്ത നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങും. അതിന് സാഹചര്യം ഒരുക്കാതെ എത്രയും വേഗം ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം കണ്ടെത്തി തരണം. വീട് നൽകാമെന്ന് പറഞ്ഞ് തങ്ങളെ പറ്റിക്കുകയാണെന്നും വീടും സ്ഥലവും നൽകണമെന്നും ഫൈഹ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ കഴിഞ്ഞ സമരത്തില് അവര് പറഞ്ഞതാ, വീടൊക്കെ തരാതെ അവര് ഞങ്ങളോട് പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ ഒഴിഞ്ഞു മാറി. ഞങ്ങള് തരാന്ന് പറഞ്ഞാലോ ഒഴിഞ്ഞു മാറി. പിന്നെ ഇവര് ഞങ്ങളെ പല പ്രാവശ്യം പറ്റിച്ചോണ്ടിരിക്കും. ഇതിപ്പോ ഞങ്ങൾ 2ാമത്തെ ഘട്ടത്തിലേക്ക് വന്നേക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് 2ാമത്തെ പ്രാവശ്യം സമരം ചെയ്യും. ഈ സമരത്തിൽ ഞങ്ങൾക്ക് പൈസ കിട്ടുന്ന ഒരു ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് ഈ സമരത്തിൽ പൈസ കിട്ടും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങള് വീണ്ടും സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് പൈസ കിട്ടണ വരെ ഞങ്ങൾ സമരം. 8 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദേശീയപാത 85ന്റെ നിർമ്മാണ ജോലികൾ നടന്നു വന്നിരുന്ന അടിമാലി ലക്ഷം വീട് ഭാഗത്ത് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായത്. പാതയോരത്ത് നിന്ന് മണ്ണിടിഞ്ഞെത്തിയതോടെ റോഡിന് താഴ്ഭാഗത്തെ ലക്ഷം വീട് ഭാഗത്തുണ്ടായിരുന്ന കുടുംബങ്ങളുടെ കിടപ്പാടം ഇല്ലാതെയായി. പ്രദേശവാസിയായ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇവരുടെ പുനരധിവാസത്തിൽ യാതൊരു നടപടിയും ഇല്ലാതെ വന്നതോടെയാണ് സമരവുമായി വീണ്ടും രംഗത്തിറങ്ങിയത്. വീടിന്റെ വാടക കൂടിയതോടെ റോഡ് നിർമ്മാണ കമ്പനിയുടെ മുൻപിൽ കുടുംബങ്ങൾ സമരം ആരംഭിച്ചിരുന്നു. മുടങ്ങിയ വാടക കുടുംബങ്ങൾക്ക് നൽകിയതോടെ സമരം അവസാനിപ്പിച്ച് വാടക വീടുകളിലേക്ക് മടങ്ങി. വീണ്ടും വാടകയിൽ കുടിശ്ശിക വന്നതോടെയാണ് വീടും സ്ഥലവും ഉറപ്പാക്കുക എന്ന ആവശ്യവുമായി ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. പുനരധിവാസത്തിൽ തീരുമാനമാക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.